ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് വ്ളോഗാണ്. ഞാനിപ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുള്ളൂ. അതാണ് ഫേസ് ഇങ്ങനെ ഒരു മാതിരിയായിട്ട് ഇരിക്കണം. കാരണം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് നേരെ ഫ്രണ്ടിലേക്ക് ഫോൺ പിടിച്ച് വന്നതിന് മുഖം പോലും കഴുകിയിട്ടില്ല. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞാൻ വീട്ടുകാരുടെ ഒപ്പമാണ് ഉള്ളത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വീട്ടിൽ ആൾക്കാരും ഇല്ല, അതിൻ്റെ ഒക്കെ ഭയങ്കര മിസ്സിങ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പെരുന്നാളൊക്കെ, പണ്ടത്തെ പോലത്തത്. അൻസിയും ഇക്കമാരും ഇപ്പോൾ ഷിക്കും അതുപോലെ താനും ഫഹദും ഒക്കെ കൂടിയായിട്ടുള്ളൊരു പെരുന്നാൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊക്കെ ഇനി എന്ന് നടക്കും എന്നൊന്നും അറിയില്ല. പിന്നെ ഇച്ചൂസ് നാട്ടിൽ കൂടാൻ പോണ ഫസ്റ്റത്തെ പെരുന്നാളും കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. വാപ്പിച്ചതേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് സെറ്റായി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എനിക്ക് കുളിക്കണം, പല്ല് തേക്കണം, കുളിക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. താങ്ക് യു പറയിച്ചു, താങ്ക് യു പറയ്. ഭർത്താവിന് ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഇട്ട് കൊടുക്കണ്. ആമ ഫെയർ ആൻഡ് ഹാൻഡ്സം. വാപ്സിതേ പള്ളി പോണു. വാപ്സി തിരിഞ്ഞിട്ട് ഒരു ഈദ് മുബാറക് പറഞ്ഞ്. ഈദ് മുബാറക് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഓക്കെ. ഈദ് മുബാറക് മുണ്ട് ശരിക്കും എടുക്കാറില്ല. അപ്പോൾ അതേ വാപ്പിച്ച് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുളിച്ച് കുട്ടപ്പനായിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പോയി കഴിക്കണം, എന്നിട്ട് വേണം കുളിക്കാനും റെഡി ആവാനൊക്കെ വേണ്ടി പോകാനായിട്ട്. ഇവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നത്തെ പെരുന്നാൾ കൊച്ചാപ്പാടെ വീട്ടിലാണ്. അപ്പോൾ കാലത്ത് പത്തിരിയും പിന്നെന്തോ കറി ഉണ്ടായിരുന്നു, അത് കഴിച്ച് പിന്നെ ഞാൻ കുളിച്ച് സെറ്റപ്പായി വന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഷിക്കു ഗ്ലോബൽ വില്ലേജിൽ പോയ ടൈമിൽ അവിടെ ഒരു ചൈനയുടെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചൈന മോഡൽ ഡ്രസ്സാണിത്. എനിക്ക് ആ ടൈമിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഷിക്കോന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതിന് കഴിഞ്ഞ പെരുന്നാളിന് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഇടാന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി സെറ്റായതേ കൊച്ചാപ്പാടക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ കുഞ്ഞുമാക്ക് ഇപ്രാവശ്യം പെരുന്നാളുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞുമാടെ അനിയത്തിയുടെ ഹസ്ബൻഡ് മരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങളൊരു ഇതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുമ്മ ഇങ്ങനെ ഇതിലൊക്കെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ വീഡിയോ എടുക്കണത്. കുഞ്ഞുമാക്ക് അങ്ങനെ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ ഉഷാറാക്കി എടുക്കണത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുമാടെ അവിടെ എത്തി. എന്താ പറയുക, വന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ എന്താ പറയുക, ബാക്കിയുള്ളവരൊക്കെ പള്ളിയിലൊക്കെ പോയേക്കായിരുന്നു. അവർ വന്നപ്പോഴേക്കും ഫുഡ് എടുക്കൽ തുടങ്ങി. അവർ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഫുഡ് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കഴിച്ച് പിന്നെ ഫസ്റ്റ് ട്രിപ്പ് അവരിരുന്ന്, പിന്നെ സെക്കൻഡ് ട്രിപ്പ് ബാക്കിയുള്ളവരിരുന്ന് ബീഫ് ബിരിയാണിയും കച്ചമ്പർ, അച്ചാർ, പൈനാപ്പിള്, പിന്നെ ബീഫ് ബിരിയാണി കഴിക്കാത്തവർക്ക് ചിക്കൻ ബിരിയാണി. ബീഫ് ബിരിയാണി കിഡുമായിരുന്നു. അവർ പുറത്തുനിന്ന് ഏൽപ്പിച്ചതിന് നല്ല കിഡിലും ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുള്ള. കുഞ്ഞുമാക്ക്, എൻ്റെ ഇവിടുത്തെ കുഞ്ഞുമാക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബീഫ് ബിരിയാണി. സംസാരിക്കോ? വിളിപ്പിച്ചേ അതൊന്ന് പറയിപ്പിച്ച്. അങ്ങനെയുള്ള അങ്ങനെ എല്ലാവരും പുറത്തൊക്കെ വന്നിരുന്ന നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതെല്ലാം എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ ഈ ഫസ്റ്റത്തെ ബലി പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇവിടെ നിന്ന്. കാരണം തനും ഫഹദും രാത്രി വീട്ടിലേക്ക് വരുമല്ലോ. അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം വന്ന് കിടന്ന്, ഉറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് അവരെത്തി. പിന്നെ അവരോട് ചോദിച്ചു എന്താ രാത്രി കഴിക്കാൻ വേണ്ടിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ചപ്പാത്തി മതിയെന്ന്. ചപ്പാത്തി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പതറി ഗൈസ്. കാരണം എന്താ വെച്ചാൽ ചപ്പാത്തി എല്ലാവർക്കും കൂടി പരത്തി ഉണ്ടാക്കുന്ന ഇത്തിരി ഞങ്ങളത്ര എക്സ്പേർട്ടല്ല. അപ്പോൾ എന്താ പറയുക, ചപ്പാത്തി ഉണ്ടാക്കി വന്നപ്പോൾ വേറെ ലെവലായിരുന്നു. പിന്നെ അതങ്ങനെ കുറച്ച് നേരം കാസറോളിൽ ഇരുന്നപ്പോൾ സെറ്റായി. ചപ്പാത്തി വേറെ ലെവലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫഹദും തനുവും കൂടി പുറത്ത് പോയിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ തപ്പി നടന്നിട്ടാണ് കിട്ടിയത്.
എന്തത് ഫുള്ള് തീടോ? ഞാൻ തൂതല്ലട്ടാ. പേടിക്കണ എന്തിനച്ചു? തന്നോണെങ്കിൽ ബാക്കിലും തീയിടുന്നുണ്ട്. ഇത് കത്തിച്ച് രണ്ടാളും കൂടി അവിടെ പടക്കം കത്തിച്ചേ. പടക്കം അവിടെ വെക്കുന്നു. ഇതെല്ലാം നടക്കും. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ ലാസ്റ്റത്തെ ഒരു കലാശക്കൊട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ വർക്കൗട്ടായില്ല. കുറേ നേരം അതിന് വേണ്ടി പരിശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ ഞങ്ങളത് അവിടെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നേരെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ.